അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളകിൻ്റെ ഇല താളിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് മുളകിൻ്റെ ഇല താളിച്ചെടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഒന്ന് നോക്കി വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് മുളകിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ ഇല എടുക്കുമ്പോൾ നല്ല ഇല നോക്കിയിട്ട് നുള്ളി എടുക്കണം. ഞാനിതവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷായ നല്ല ഇലയാണ്, കേടൊന്നുമില്ലാത്ത ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് മുളകിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിര വെള്ളമാണ്. കഞ്ഞിര വെള്ളം ഇത് ഇത്ര ഒന്നും വേണ്ട, ഞാൻ കുറച്ച് തോന ഇവിടെ എടുത്ത് വെച്ചേ ഉള്ളൂ. പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, ഇത്രയും മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഇവിടെ കഴുകിയിട്ടൊക്കെ വെച്ചതാണ്. വേണ്ടവർക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക, ഒന്ന് കത്തിയായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഞാനിതിപ്പോൾ അരിഞ്ഞെടുക്കണമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങളിവിടെ ഓയിലൊന്നും ഉപയോഗിക്കലില്ല, എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കൽ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇടാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നല്ലോണം ചുവന്ന് വരുമൊന്നും വേണ്ട, ഒന്നും ഇത് വാടി നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ കഞ്ഞിരവെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് കഞ്ഞിര വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 കയ്യിൽ കഞ്ഞിര വെള്ളം മതി. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മുടെ കഞ്ഞിര വെള്ളം. ഇനി നമുക്ക് ഈ മുളകിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. വാടിയാലും ഒന്നും ഉണ്ടാവില്ല, എത്ര തോന ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണിത്. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട അത്രയും ഇല ഇട്ടിട്ട് ഇപ്പോൾ ഇത്ര ആയില്ലേ. നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്നും കൂടെ വേവിച്ചെടുക്കണം. അങ്ങനെ തന്നെ നമ്മുടെ മുളകിൻ്റെ ഇല ഞാനിവിടെ നല്ല രുചിയോട് കൂടെ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മുളകും തൈയുള്ള വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഇല പറിച്ചെടുത്തിട്ട് താളിച്ചൊന്ന് കഴിച്ച് നോക്കി. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. എത്ര തോന ഇല നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്താലും അത് വാടി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിക്കും. ഇത് അറിയുന്നവർ പലരും ഉണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്.